ഹോസ്റ്റലെത്തി കഴിഞ്ഞ നിസ്കാരം വേണ്ട, ഗൾഫിലെത്തി കഴിഞ്ഞ നിസ്കാരം വേണ്ട, സിനിമക്ക് പോവുകയാണെങ്കിൽ 2 വഖത്ത് വേണ്ട, ഷോപ്പിങ്ങിന് പോയാൽ ഏതായാലും അസറും മഗ്രിബൊന്നും വേണ്ട, ഖളാ കിട്ടിയാൽ മതി, നിത്യരൊക്കെ ഈമാനുള്ളവര്. ഖളാ ഒരിക്കലും അതിന് പകരമല്ലെന്ന് പേർത്തും നമ്മുടെ കുടുംബത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു മുട്ടുശാന്തി അത്ര തന്നെ. ഖളാ ആക്കിയതിനുള്ള കുറ്റം, ശിക്ഷ ഏറ്റെടുക്കുക തന്നെ വേണ്ടിവരും. എന്തുകൊണ്ടാണ് ഇത്രമേൽ നിസ്കാരത്തിന് ഗൗരവം വരുന്നത്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും അവിടെ നിസ്കാരത്തിൽ പ്രവേശിക്കും. ദഖല ഫിസ്വല. അതോടുകൂടെ അവിടുത്തെ വല്ലാതെ ബാധിച്ച ടെൻഷൻ ഇല്ലാതെയാകും. സഹാബാക്കിറാം പീഡിപ്പിക്കപ്പെടുന്നു, നിരവധിയായ വെല്ലുവിളികൾ ഉണ്ടാകുന്നു, പട്ടിണി കിടക്കേണ്ടി വരുന്നു. ഇജാതി ടെൻഷനൊക്കെ വരുമ്പോൾ മഹാനുഭാവൻ നിസ്കാരത്തിലേക്ക് നിൽക്കും. എന്തുകൊണ്ടാണ് അതോടുകൂടെ ടെൻഷൻ മാറുന്നത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബുമായുള്ള മുനാജാത്താണ്. വിശ്വാസിക്ക് റബ്ബിനോട് ഏറ്റവും അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മുനാജാത്താണ് നിസ്കാരം. അല്ലാഹുവിലേക്കുള്ള മടക്കാണ് നിസ്കാരം. പടച്ച റബ്ബിന്റെ പൂർണ്ണാതിശായിത്വത്തെ അംഗീകരിക്കുന്നതും അത് വ്യക്തമായി പ്രകടിപ്പിക്കുന്നതുമായ ശ്രേഷ്ഠ കർമ്മമാണ് നിസ്കാരം. നമ്മൾ ആലോചിച്ച് നോക്കുക, ആദ്യം തന്നെ നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണ് നിസ്കാരത്തിന്റെ ആമുഖങ്ങളൊക്കെ ചെയ്യുന്നത്. ബിസ്മില്ലാഹ് നമ്മൾ ഓതുക, അഴുതും കൂടെ ചുറ്റും. പിന്നെയുള്ള ദിക്റുകൾ, അതൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് സുന്നത്തായിട്ടുള്ള സൂറത്തുകൾ നിർവഹിക്കൽ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നു. ആദ്യം ചെയ്യേണ്ടത് വാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. വാങ്കിൽ ആവർത്തിച്ച് പറയുന്ന പദം എന്താണ്?